മലയാളി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു തുളസി കഷായം എങ്ങനെ തയ്യാറാക്കാമെന്ന്. ഇത് നമുക്ക് ജലദോഷം വന്ന് നമ്മൾ മെഡിസിൻ കഴിച്ചാലും നമുക്ക് ഒരു ദേഹവും കൈക്കാൽ വേദനയും മസിൽ വേദനയും ഒക്കെ ഉണ്ടാകും, ഉള്ളിലൊരു പനി പോലെയൊക്കെ തോന്നും. ആ സമയത്ത് നമുക്ക് ഈ കഷായം വളരെ നല്ലതാണ്. തുളസി കഷായത്തിലേക്ക് നമുക്ക് എന്തെല്ലാം ചേർക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പിടി തുളസി ഇല വേണം, പിന്നെ പേരയുടെ തളിർത്ത ഇല, മൂക്കാത്ത തളിർത്ത ഇല വേണം, പേരയുടെ കുറച്ച് തൊലി ചെത്തിയ തൊലി വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം, നമ്മുടെ നല്ല ജീരകം നന്നായി ചതച്ച് പൊടിച്ചത്, കുരുമുളക് പൊടി, പിന്നെ ചുക്കുപൊടി. തുളസി കഷായം വെക്കാനായിട്ട് നമുക്ക് 1.5 കപ്പ് വെള്ളം എടുക്കാം. സ്റ്റൗ ഓണാക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന തുളസി ഇല ഇട്ട് കൊടുക്കാം. പേരയുടെ തളിർത്ത ഇല നമ്മൾ ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെറുതായി കഷ്ണങ്ങളായിട്ട് ഇടും. പിന്നെ കുറച്ച് പേരയുടെ തൊലി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം ചതച്ച് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അര സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് ചുക്കുപൊടി. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് തിളപ്പിക്കാം. നമ്മുടെ തുളസി കഷായം തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 1-2-3 തള തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ തുളസി കഷായം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് എടുത്ത് നോക്കാം, അരിച്ചെടുക്കാം. ജലദോഷം വന്നിട്ടുള്ള വേദനയും മേൽകൈ വേദനയും പിന്നെ കോൾഡിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്ത് ശരീരം ഫ്രഷ് ആവാനായിട്ട് ഏറ്റവും നല്ലതാണിത്. നമുക്ക് മധുരം വേണ്ടവർക്ക് 1/2-1 സ്പൂണോ മധുരം ചേർത്ത് കഴിക്കാം. ഞാനുണ്ടാക്കിയ ഈ തുളസി കഷായം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ചൂട്ടോട് കൂടി കുടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.